ഓണത്തിന് വിഷുവിന് മാത്രമല്ല നമുക്ക് വീട്ടിലിപ്പോൾ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് പുളി ഇഞ്ചി. ഒരു പാത്രം എടുത്തു, കുറച്ച് എണ്ണ ഒഴിച്ചു, അതിലേക്ക് നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്ത് ഉപ്പ് ആഡ് ചെയ്ത് ഇഞ്ചി നന്നായിട്ട് വറുത്തതായി ഇതേ പരുവത്തിലാക്കി എടുക്കാം. ഇനി തണുക്കാൻ വേണ്ടി മാറ്റിയേക്കാം. ഇനി ഒരു പാത്രം എടുക്കാം, അതിലേക്ക് നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുള്ളി ഇട്ട് കൊടുക്കാം, തളിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം, മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട ശർക്കരയാണ്. നാടൻ ശർക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് ചീകി ഒരു കപ്പോളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, 3/4 കപ്പായാലും മതി. ഇനി ആ എണ്ണയിൽ തന്നെ നമ്മൾ കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും മറ്റൽമുളകും ഒക്കെ ഇട്ട് ഒരു 10-15 ചെറിയ ഉള്ളി ഇതേ ഷേപ്പിൽ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ, പെട്ടെന്നൊന്ന് മൂത്ത് വരാൻ. എരിവിൻ്റെ അളവനുസരിച്ചിട്ട് 4-5 പച്ചമുളകും കൂടി വട്ടത്തിലരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. കായം ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇഞ്ചി ആഡ് ചെയ്ത് ശർക്കരയും കൂടി ഇട്ട് നന്നായിട്ട് ആ ശർക്കരയൊക്കെ മെൽറ്റായി വരട്ടെ. അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇനി നമുക്കിതിലേക്ക് പുളീൻ്റെ വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് അതൊന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് അരച്ച് എടുക്കാം. സിമ്പിളാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.